9, 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് നോമ്പുകാരായിരിക്കുക. മൻ സ്വാമ യൗമ ആശൂറ ഗുഫിറ ലഹു സന എന്നാണ്. അതായത് ഒരു വർഷത്തെ പാപം, ഒരു കൊല്ലത്തെ പാപം അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്. മാത്രമല്ല 60 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും എന്ന് പോലും നമുക്ക് ഹദീസിൽ കാണാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സൂക്ഷ്മതക്ക് വേണ്ടി നാളെ ഞായറാഴ്ച അല്ലെ, നാളെ ഞായറാഴ്ചയാണ്. എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നാളെ എല്ലാവരും നോമ്പ് പിടിക്കാം. സൂക്ഷ്മതക്ക് വേണ്ടി നാളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും നോമ്പ് പിടിക്കുക. അതുപോലെ തന്നെ മറ്റന്നാളും സൂക്ഷ്മതക്ക് വേണ്ടി എന്ത് ചെയ്യുക, നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നോമ്പെടുക്കുന്നവരുണ്ടാകാം, അൽഹംദുലില്ലാഹ് ഇന്ന് നോമ്പ് പിടിച്ചാലും വലിയ കൂലിയാണ്. അപ്പോൾ എന്താണ്, സൂക്ഷ്മതക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ ഞായറാഴ്ച നോമ്പ് പിടിക്കുക. അതുപോലെ തന്നെ തിങ്കളാഴ്ചയും നോമ്പ് പിടിക്കുക. നമുക്ക് നിയ്യത്ത് വെക്കുമ്പോൾ അല്ലാഹുവേ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ സുന്ദരമായ ഒരു നോമ്പ് ഞാനിത് അനുഷ്ഠിക്കുന്നു, അങ്ങനെ നിയ്യത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഇൻഷാ അല്ലാഹ് ആ ഒരു നോമ്പിന്റെ വലിയ കൂലി കിട്ടും. കാരണം 60 വർഷത്തെ ഇബാദത്തിന്റെ കൂലി വരെ കിട്ടുമെന്നാണ് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നാളെ നിങ്ങൾ എന്ത് ചെയ്യുക, നോമ്പ് പിടിക്കുക. അതുപോലെ മറ്റന്നാളും നോമ്പ് പിടിക്കുക. മുഹറം 9 ആവട്ടെ, മുഹറം 10 ആവട്ടെ, നമ്മൾ എങ്ങനെയാണോ നോമ്പ് പിടിക്കുന്നത് അതിനനുസരിച്ച് അല്ലാഹു തആല നമുക്ക് പ്രതിഫലം തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാമല്ലോ, ലഇൻ ബഖീതു ഇലാ ഖാബിലി ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മുഹറം 9 ഞാൻ നോമ്പ് പിടിക്കും. ഇപ്പൊ നാളെ നിങ്ങൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ, ഇന്നിപ്പോ മുഹറം 9 ആണെന്ന് കരുതിയിട്ട് ആരെങ്കിലും നോമ്പ് പിടിക്കുന്നുണ്ടെങ്കിൽ നാളെ അവർക്ക് മുഹറം 10ന്റെ നോമ്പ് അല്ലെ പിടിച്ച കൂലി കിട്ടും. മാത്രമല്ല നാളെ മുഹറം 9 ആണെന്ന് പറഞ്ഞ് നോമ്പ് പിടിക്കുന്നവർക്ക് മറ്റന്നാൾ മുഹറം 10ന്റെ നോമ്പ് പിടിക്കാം. അപ്പോ സൂക്ഷ്മതയ്ക്ക് വേണ്ടി നാളെയും മറ്റന്നാളും നോമ്പ് പിടിച്ചാൽ വളരെ ഖൈറാണ്. ഇന്ന് നോമ്പ് പിടിച്ചവരുമുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു ആണ് തരുന്നത് അല്ലെ, അല്ലാഹു ആണ് തരുന്നത്. നമുക്കിപ്പോ ഒന്നും ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം നമ്മൾ അറബി മാസ കലണ്ടർ അതെങ്ങനെയാ, നമ്മൾ നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലെ. നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട് വിശ്വാസയോഗ്യമായ നിലയിൽ നിലാവ് കണ്ടു എന്നുള്ള വാർത്ത കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് അതനുസരിച്ച് അമൽ ചെയ്യുക, കണ്ടില്ല എന്നുള്ള വാർത്ത കിട്ടിയാൽ അതനുസരിച്ച് അമൽ ചെയ്യുക. അപ്പൊ അങ്ങനെ 2 രൂപത്തിൽ അമൽ ചെയ്താലും പ്രതിഫലങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്ന് തന്നെയാണ്. അപ്പൊ പരിശുദ്ധമായ മുഹറം 9, 10 ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലിൽ ഒന്നാണ് നോമ്പുകാരായിരിക്കുക. മാത്രമല്ല നോമ്പ് തുറപ്പിക്കാനുള്ളൊരു സന്നദ്ധത കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് എടുക്കണം കേട്ടോ. 9, 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് നോമ്പുകാരായിരിക്കുക. മൻ സ്വാമ യൗമ ആശൂറ ഗുഫിറ ലഹു സന എന്നാണ്. അതായത് ഒരു വർഷത്തെ പാപം, ഒരു കൊല്ലത്തെ പാപം അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്. മാത്രമല്ല 60 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും എന്ന് പോലും നമുക്ക് ഹദീസിൽ കാണാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സൂക്ഷ്മതക്ക് വേണ്ടി നാളെ ഞായറാഴ്ച അല്ലെ, നാളെ ഞായറാഴ്ചയാണ്. എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നാളെ എല്ലാവരും നോമ്പ് പിടിക്കാം. സൂക്ഷ്മതക്ക് വേണ്ടി നാളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും നോമ്പ് പിടിക്കുക. അതുപോലെ തന്നെ മറ്റന്നാളും സൂക്ഷ്മതക്ക് വേണ്ടി എന്ത് ചെയ്യുക, നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നോമ്പ്